ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ദോശ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. എന്നാൽ ഇന്ന് ഞാൻ തയ്യാറാക്കുന്ന ദോശ നിങ്ങളിൽ പലരും കഴിച്ചു കാണാനിടയില്ല. ചക്ക സുലഭമായി കിട്ടുന്ന ഈ സീസണിൽ ചക്ക കൊണ്ട് ഒത്തിരി ഡിഷസ് പ്രിപ്പയർ ചെയ്യാൻ പറ്റുമെന്ന് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നാണ് ഇന്ന് ഞാൻ തയ്യാറാക്കുന്ന ചക്ക ദോശ. തികച്ചും വ്യത്യസ്തമായ ഡിഷുകളാണ് പ്രിപ്പയർ ചെയ്യാൻ ഞാൻ ശ്രമിക്കാറുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ചക്ക ദോശ തയ്യാറാക്കുന്നതിന് വേണ്ടി 2 കപ്പ് പച്ചരിയും 1/2 കപ്പ് ഉഴുന്നും നന്നായി കഴുകി പ്രത്യേകം പാത്രങ്ങളിലിട്ട് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് മിനിമം 5 മണിക്കൂറെങ്കിലും കുതിർക്കാൻ വയ്ക്കാം. അത് കഴിഞ്ഞ് ഉഴുന്ന് മിക്സിയുടെ ജാറിലേക്കിട്ട് വളരെ കുറച്ച് വെള്ളം ചേർത്ത് നന്നായി അരച്ചെടുക്കാം. ഇവിടെ ഉഴുന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അരി ജാറിലേക്കിട്ട് 1 കപ്പ് ചോറും കൂടി ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ദോശമാവിൻ്റെ പരുവത്തിൽ അരച്ചെടുക്കാം. ഞാനിവിടെ അരി 2 തവണയായിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് 10-15 പച്ച ചക്കച്ചുള ചെറുതായി അരിഞ്ഞ് അതൊരു മിക്സിയുടെ ജാറിലേക്കിട്ട് അല്പം വെള്ളം ചേർത്ത് നല്ല ഫൈൻ പേസ്റ്റായി അരച്ചെടുക്കാം. ഇവിടെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് നമ്മൾ അരച്ചു മാറ്റിവെച്ച ഉഴുന്നിലേക്കും അരിമാവിലേക്കും ചേർത്ത് കൊടുത്ത് നന്നായി കൈകൊണ്ട് ഇളക്കി യോജിപ്പിക്കാം. ഞാനിതിൽ ഈസ്റ്റോ മറ്റൊന്നും ചേർക്കുന്നില്ല. അത് കഴിഞ്ഞ് നമുക്കത് കുറഞ്ഞത് 10-12 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. രാത്രിയിൽ അരച്ചു വെച്ച് രാവിലെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്കിനി ഒന്ന് തുറന്നു നോക്കാം. കണ്ടോ, ഇവിടെ മാവ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. എന്നിട്ട് അത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഈ സമയം കൊണ്ട് ഒരു ദോശത്തവ സ്റ്റൗവിൽ വെച്ച് ചൂടായി വരുമ്പോൾ നമുക്ക് ഓരോന്നായി ചുട്ടെടുക്കാം. ഇങ്ങനെ ബാക്കിയുള്ള മാവും ചെയ്തെടുക്കാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ദോശയാണിത്. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വിഭവമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്